ചെറിയ പ്രതിസന്ധികൾ പോലും നിങ്ങളെ മാനസികമായി കുലുക്കുന്നുണ്ടോ? എങ്കില് നിങ്ങളുടെ അകത്ത് സ്റ്റേൺ ആയിട്ട് നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാണ്. ആ ശേഷിയെ ആണ് നമ്മൾ ഗരിമ എന്ന് പറയുന്നത്. ഇന്നത്തെ വിഷയം എന്താണ്? ഗരിമ എന്നുള്ളതാണ്. അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഗരിമ, ട്രൂ സ്ട്രെങ്ത് ഈസ് സ്റ്റേയിങ് ഗ്രൗണ്ടഡ് അമിഡ്സ്റ്റ് ലൈഫ് സ്റ്റോംസ്. അഷ്ടസിദ്ധികളിൽ എന്താണ് ഗരിമ എന്നുള്ളതാണ് ഇന്ന് സംസാരിക്കുന്നത്. എന്താണ് ഗരിമ എന്ന സിദ്ധി? എന്തുകൊണ്ടാണ് മനുഷ്യൻ എളുപ്പത്തിൽ കുലുങ്ങിപ്പോകുന്നത്? ഗരിമ വളർത്താൻ എന്തെല്ലാം പരിചയങ്ങൾ ആവശ്യമാണ്? തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യുക. നോക്കാം. ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ ദിനം, സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ. അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. ഈ ജീവിതത്തില് വളരെ ചെറിയ പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ മാനസികമായി കുലുങ്ങാറുണ്ട്. എല്ലാവരും അല്ല, എല്ലായ്പ്പോഴും അല്ല, പലപ്പോഴും പലർക്കും. അതിൽ മിക്കവാറും ആളുകൾക്ക് ജീവിതത്തിൽ ഇടയ്ക്കൊക്കെ അങ്ങനെ ഉണ്ടാകാറുണ്ട്, അല്ലെങ്കിൽ വല്ലപ്പോഴുമെങ്കിലും ഉണ്ടാകാറുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? സത്യത്തിൽ അത് വികാരങ്ങളുടെ ഒരു അസ്ഥിരതയാണ്. വികാരം എന്ന് പറയുന്നത് നമുക്കറിയാം, പരിസരത്ത് എന്തുണ്ടാകുന്നോ അതിനോടുള്ള പ്രതിനിലയാണ് വികാരം. ആ പ്രതിനില എന്ന് പറയുന്നത് ശാരീരിക കാലാവസ്ഥയായിട്ട്, ശരീരത്തിന്റെ ഒരു അവസ്ഥയായിട്ടാണ് അതുണ്ടാകുന്നത്. എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ടാണ് ഉണ്ടാവുന്നത്. അതായത് മുമ്പിൽ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ആ കാര്യത്തോട് എങ്ങനെ പ്രതികരിക്കണം, ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് എന്നുള്ള രീതിയിൽ അതിനോട് എങ്ങനെ പ്രതിനില കൊള്ളണം എന്നുള്ള ഒരു ശരീര ഒരുക്കമാണ് ഈ വികാരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ വികാരങ്ങളുടെ അസ്ഥിരത ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ മനസ്സ് കുലുങ്ങും. നമുക്ക് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാവില്ല. സ്റ്റേൺ ആയിട്ട് നമുക്ക് നിൽക്കാൻ കഴിയില്ല. അത് പലപ്പോഴും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ നമുക്കിതിനിങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. അപ്പോ വികാരങ്ങൾ സ്ഥിരമാകാതെ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ വികാരങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യാൻ നമ്മുടെ ഇപ്പൊ ചെറിയ റെഗുലേഷൻസ് ഉണ്ടാവുന്നത്, ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അനുസരിച്ച് റെഗുലേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു. കുട്ടികളെ കണ്ടിട്ടില്ലേ? കുട്ടികളെ ചെറിയൊരു കാര്യം വന്നു കഴിഞ്ഞാൽ ഉടനെ കരയും. അത് കഴിഞ്ഞൊരു കുറച്ച് കഴിയുമ്പോഴേക്കും പെട്ടെന്ന് ചിരിക്കും. കുട്ടികൾ വലുതാവുന്ന സമയത്ത് എന്താണ് അവരിൽ മാറ്റമുണ്ടാകുന്നത്? എൻഡോക്രൈൻ സിസ്റ്റം മാറുന്നുണ്ടോ? ഇല്ല. ജീവിത പരിചയം കൊണ്ട് ഇതിനെ കൈകാര്യം ചെയ്യാൻ പഠിക്കുന്നു. കുറച്ചുകൂടെ ആന്തരികമായിട്ടുള്ള ഉറപ്പ് നേടുക എന്നുള്ളതാണ്. ആ ഉറപ്പ് നേടാത്ത ആളുകളോ അല്ലെങ്കിൽ ആ ഉറപ്പ് സ്ഥിരമായിട്ട് കൊണ്ടു നടക്കാൻ ആളുകളോ തീരുമാനങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് തളർച്ചയുണ്ടാവും. അവർ തീരുമാനിക്കുന്ന കാര്യങ്ങളിലെല്ലാം ഇളക്കം ഉണ്ടാവും. പ്രതിസന്ധികൾ വരുമ്പോഴെല്ലാം ഭയമുണ്ടാവും. അവർക്ക് അതിജീവിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതിന്റെയൊക്കെ അടിസ്ഥാനമാകുന്നത് ആന്തരിക അടിത്തറയുടെ അഭാവമാണ്. ഓക്കെ, ഉണ്ണിയുടെ മൈക്കൊന്ന് ഓഫ് ചെയ്യണം. പിന്നെ അണ്ടപ്പന്റെ അവിടുത്തെ സൗണ്ട് ഒരു അല്പം കുറയ്ക്കണം, ബാസ് കുറയ്ക്കണം. ഓക്കെ. അപ്പോ ആന്തരികമായ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ പോകുന്നത് കൊണ്ടാണ് ഇതുണ്ടാവുന്നത്. ആ ആന്തരികമായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നതിനെയാണ് നമ്മളിവിടെ ഗരിമ എന്ന് പറയുന്നത്. ഗരിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യന്തം ഭാരമുള്ള അവസ്ഥ. അഷ്ടസിദ്ധികളെ 4ാമത്തെ സിദ്ധിയാണിത്. ഇത് സിദ്ധിക്കുന്നതാണ് കേട്ടോ, സിദ്ധിക്കുന്നതാണ്. പക്ഷെ നമ്മളിത് ഒരു വ്യക്തിയിൽ എങ്ങനെയാണത് ഉണ്ടാവുക, എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോ ഏറ്റവും ഭാരമുള്ള അവസ്ഥ, നമ്മൾ ഇന്നലെ പറഞ്ഞു ഏറ്റവും ലഘുവായിരിക്കുന്നതാണ് നല്ലത്. അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഈ പറയുന്നത് ഏറ്റവും ഭാരമുള്ള അവസ്ഥ. ഇത് ഗുണകരമായ ഒരു അവസ്ഥയായിട്ടാണ് നമ്മളിവിടെ പറയുന്നത്. ഏറ്റവും ഭാരമുള്ള അവസ്ഥ എന്ന് പറയുന്നത് എന്താ? ഇപ്പൊ ഹനുമാന്റെ കഥ പറയുമ്പോ ഹനുമാൻ മറ്റുള്ളവർക്ക് ആർക്കും അനങ്ങാൻ പറ്റാത്തില്ല. ഇപ്പൊ എന്താ സമന്തകത്തിന്റെ ഇത് പറഞ്ഞപ്പോ വാല് പൊക്കി കൊടുക്കാതെ പോകുന്ന ഒരു കഥയൊക്കെ ഇല്ലേ? അപ്പൊ അതില് ആ ഭാരം കൂട്ടിയ ഒരവസ്ഥ ഉണ്ടല്ലോ. ആ ഭാരം കൂട്ടിയ അവസ്ഥ എന്ന് പറയുന്നത് എന്തിനെയാണ് എന്നുള്ളതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആത്യന്തം ഭാരമുള്ള അവസ്ഥ അത് ആന്തരിക ശക്തിയുടെ പ്രതീകമാണ്. ഈ ശക്തി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ശക്തിയെക്കുറിച്ച് പറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഈ പ്രകൃതിയിലെ ഫണ്ടമെന്റൽ ഫോഴ്സസിനെ കുറിച്ച് പറയണം, മൗലിക ബലങ്ങളെ കുറിച്ച് പറയണം.
അതിന് ഏറ്റവും ശക്തമായിട്ടുള്ളതെന്ന് പറയുന്നത് ഗ്ലൂവോൺ ആണ്, പശ്ചിമാബലമാണ്. ഈ പശ്ചിമാബലത്തിന്റെ സാന്ദ്രത കൂടിയിരിക്കുന്ന ഒരവസ്ഥയിൽ ദ്രവ്യത്തിന് ഉയർന്ന പിണ്ഡമായിരിക്കും ഉണ്ടാവുക. ആ ഉയർന്ന പിണ്ഡം എന്നുള്ളത് അതിന്റെ അകത്തുള്ള ആന്തരികമായ പശ്ചിമയുടെ ഉയർന്ന ശക്തിയുടെ ലക്ഷണമാണ്. ഇത് റിലീസ് ചെയ്യപ്പെടുന്നില്ല, അത് അവിടെ തന്നെ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആന്തരികമായ ശക്തിയുടെ പ്രതീകമാണ് ഉയർന്ന പിണ്ഡമായിട്ട്, ഉയർന്ന ഭാരമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെ ഒരു ഉയർന്ന ഭാരം, ഉയർന്ന പിണ്ഡം ഒരു കെട്ടിടത്തിന്റെ ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ ആ കെട്ടിടത്തിന് നിലനിൽക്കാൻ കഴിയുമോ? ഒരു വലിയ മരം, ആ വലിയ മരത്തിന്റെ വേരുകൾ, ആണിവേര്, അതിന്റെ മറ്റു വേരുകൾക്കെല്ലാം തന്നെ അതുമാതിരിയുള്ള ഒരു ബലം, ശക്തമായ പശ്ചിമാബലം, എല്ലായിടത്തും പിടിച്ചു നിൽക്കാനുള്ള പശ്ചിമാബലം ഇല്ലെങ്കിൽ ആ മരത്തിന് നിലനിൽക്കാൻ കഴിയുമോ? അപ്പോ അങ്ങനെ ഒന്നും ഉണ്ടെങ്കിലാണ് അചഞ്ചലമായ ഒരു നിലനിൽപ്പ് സാധ്യമാവുക, അനക്കാൻ കഴിയാത്ത രീതിയിൽ ഒരു നിലനിൽപ്പ് സാധ്യമാവുക. ഇത് ബോധത്തിന്റെ ഒരു അവസ്ഥയിൽ പറയുമ്പോൾ സ്ഥിര ബുദ്ധി ഉണ്ടാകുന്ന ഒരവസ്ഥയാണ്, സ്ഥിതപ്രജ്ഞത എന്ന് പറയും. ആ ഒരു അവസ്ഥയിൽ, പൂർണ്ണമായിട്ടുള്ള ബോധാവസ്ഥയിൽ, ആ ബോധം പൂർണ്ണമായിട്ടും വേരൂന്നി നിൽക്കുന്ന ഒരവസ്ഥയിൽ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് അനക്കുണ്ടാവില്ല. എന്തിനോടാണ് നമ്മൾ വേരൂന്നേണ്ടത്? നമ്മൾ പലതരം ബന്ധങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, ഗുരുത്വത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോ നമ്മുടെ പരമ്പരകളുള്ള ഗുരുത്വം, പഞ്ചഗുരുത്വങ്ങൾ, മാതാവ്, പിതാവ്, കുലം, ജ്ഞാനഗുരു, പിന്നെ ഭൂമി, ഈ അഞ്ചിനോടുമുള്ള ഗുരുത്വം, ആ ഗുരുത്വം സ്ട്രോങ് ആയി നിൽക്കുമ്പോൾ, ഏറ്റവും വേരൂന്നി നിൽക്കുന്ന സമയത്ത് നമുക്ക് ചഞ്ചലാവസ്ഥ ഉണ്ടാവില്ല, ചാഞ്ചല്യം ഉണ്ടാവില്ല. നമ്മളിങ്ങനെ സ്റ്റഡി ആയിട്ട് നിൽക്കും. മുകളിൽ എത്രയൊക്കെ ആടി ഒലഞ്ഞാലും ശരി, നമ്മുടെ അടിത്തറ ഇളകിപ്പോവില്ല. എല്ലാ മൃദുല വികാരങ്ങളും എല്ലാ മൃദുലാവസ്ഥകളും നമുക്കാകാം, പക്ഷെ എപ്പോഴും നമ്മുടെ അടിത്തറ ഇളകിപ്പോവില്ല. അങ്ങനെ അടിത്തറ ഇളകാതെ നിൽക്കാനുള്ള സ്ഥിര ബുദ്ധിയാണ്, സ്ഥിര ബോധത്തെയാണ് നമ്മൾ ഗരിമ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഹനുമാന്റെ വാലിന് വെയിറ്റ് കൂട്ടി ആർക്കും അതുവഴി എടുത്തു മാറ്റി പോകാൻ പറ്റാത്ത രീതിയിലായി തീർന്നു എന്നുള്ള രീതിയിൽ അത് നമ്മളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരു കഥനമാണ്. നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മനസ്സിൽ, നമ്മുടെ തീരുമാനങ്ങളിൽ, നമ്മുടെ കാഴ്ചപ്പാടില്, നമ്മുടെ വ്യക്തിത്വത്തില്, നമ്മുടെ ദർശനങ്ങളില്, നമ്മുടെ ജീവിത പശ്ചാത്തലത്തിലൊക്കെ തന്നെ അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ ഉറപ്പ് വേണം. ആ ഉറപ്പിനെയാണ്, ആ ഉറപ്പോടുകൂടിയുള്ള ബോധത്തെയാണ് ഗരിമ എന്ന് പറയുന്നത്. ഈ ഗരിമ ഇല്ലാതെ വരുന്ന സമയത്താണ് സാധാരണ രീതിയിൽ ആത്മവിശ്വാസക്കുറവുണ്ടാവും. നമുക്ക് കോൺഫിഡൻസ് അല്ല, എന്ത് ചെയ്യണം, എങ്ങോട്ടാണ് പോകേണ്ടത്, എന്നെ കൊണ്ട് ഇത് സാധ്യമാവുമോ എന്നുള്ളത് നമുക്ക് കഴിയാതെ പോകുന്നു. എന്നെ കൊണ്ട് സാധ്യമാവില്ലെങ്കിൽ പിന്നെ ഞാൻ വേറെ ആരുടെയെങ്കിലും സഹായം അഭ്യർത്ഥിക്കും. ഇപ്പോ ആധുനിക ലോകത്ത് ഇത്രയേറെ ഉപകരണങ്ങളും ഇത്രയേറെ സംവിധാനങ്ങളും ഉണ്ടാകുന്നത് എന്താണ്? ആന്തരികമായി ഉറപ്പില്ലാത്തത് കൊണ്ടാണ്. ആന്തരികമായി ഉറപ്പുള്ള ഒരാൾക്ക് പുറത്തു നിന്നും ഒന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. ഉപകരണങ്ങള്, വ്യക്തികള്, സംവിധാനങ്ങള്, ഇന്ന് നമ്മൾ ആധുനിക ലോകം നമുക്ക് അനുവദിച്ചു തന്നിട്ടുള്ള കൺസ്യൂമറിസത്തിൻ്റെതായിട്ടുള്ള ഒരുപാട് സൗകര്യങ്ങളുണ്ടല്ലോ. ഈ സൗകര്യങ്ങളെല്ലാം തന്നെ ബാഹ്യ സാഹചര്യങ്ങളെ ആശ്രയിക്കാൻ നമ്മളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ കാരണം എന്താ? അകത്ത് ആത്മവിശ്വാസക്കുറവുണ്ട്. അതിന് കാരണം എന്താ? നമ്മുടെ ഗരിമ കുറവുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വെളിയിലുണ്ടാവുന്ന ചലനങ്ങൾക്കനുസരിച്ച് നമ്മുടെ ഉള്ളിൽ തിരയിളക്കങ്ങൾ ഉണ്ടാവുന്നത്, വികാരങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഇപ്പോ കുടുംബങ്ങളെ നോക്കിയാൽ കുടുംബത്തിലെ ആളുകൾ തമ്മിൽ കെട്ടുപൊക്കൽ, ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴേക്കും മറ്റുള്ളവർക്കെല്ലാം ഭയങ്കരമായിട്ട് ഇളക്കം തട്ടി, പരസ്പരമുള്ള സ്പർദ്ധ വർദ്ധിക്കുന്നു. പിന്നെ ഇപ്പൊ ദാമ്പത്യത്തിന്റെ ഇടയിലാണെങ്കിൽ ഒരുപാട് ഡിവോഴ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്താ വെച്ചാല് വികാരങ്ങളെ നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്. അഹമുണ്ടല്ലോ, അഹത്തിന്റെ ആ കോൺഫ്ലിക്റ്റ് കൊണ്ടാണ്, അഹത്തിന് എന്തെങ്കിലും പറ്റുമോ എന്നുള്ള ഭയം കൊണ്ടാണ്. അപ്പോ പരസ്പരം എന്താ പറയാ, പൊരുത്തമാകാൻ കഴിയാതെ വരും. എന്റെ അഹത്തിന് എന്തെങ്കിലും പറ്റുമോ നിന്റെ അഹം കൊണ്ട് എന്ന രീതിയിൽ ഞാൻ അതിനോട് അകന്നു നിൽക്കും, അതിനോട് കോൺഫ്ലിക്റ്റിലായി നിൽക്കും. ആ വികാരങ്ങൾ, അപ്പോ ഉണ്ടാവുന്ന വികാരങ്ങൾ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരും. ആ പറ്റാതെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്റെ ഉള്ളിൽ മൊത്തം തിരയിളക്കമായി. അപ്പോ ആത്മവിശ്വാസം കുറയും. ആത്മവിശ്വാസം കുറയുന്നത് ഞാൻ വേറൊന്നിലേക്ക് ആശ്രയിക്കും, ഈ മുമ്പിലുള്ളതിനെ ആശ്രയിക്കുന്നതിന് വേറൊന്നിലേക്ക് ആശ്രയിക്കും. അപ്പോ മാനസികമായ അടിത്തറയുടെ ദൗർബല്യമാണ് സത്യത്തിൽ നമ്മുടെ ഗരിമയില്ലായ്മയ്ക്ക് കാരണം. അതായത് നമ്മുടെ മൊത്തത്തിലുള്ള മനുഷ്യന്റെ സ്വഭാവത്തിലുള്ള മൊത്തം കുലുക്കമായിട്ട് അവന്റെ ജീവിതത്തിൽ ഒരു ഇളക്കം തട്ടിയ ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക, ഒന്നിനും ഒരു ഉറപ്പില്ലാത്തൊരവസ്ഥ. അപ്പോ മാനസികമായ അടിത്തറയുടെ, ബോധപരമായ അടിത്തറയുടെ സ്ഥിരതയാണ്, അതിന്റെ ഉറപ്പാണ് ഈ ഗരിമ എന്ന് പറയുന്നത്. ഗരിമ എന്ന് പറയുന്നത്
മനസ്സിന്റെ ഉറച്ച നിലപാടാണ് എന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് നമുക്ക് സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയണം. അതിജീവിക്കാൻ കഴിയണമെന്നല്ല, കഴിയും. സാഹചര്യങ്ങൾ വരുന്ന സമയത്ത് ആ സാഹചര്യങ്ങളോട് എന്ത് പ്രതിനില കൊള്ളണം എന്നുള്ളത് ശരീരത്തിന് അറിയും. ഇപ്പോ നമ്മള് ഈ വലിയ വാഹനങ്ങള് ഒരു പുല്ലും കല്ലും ഒക്കെയുള്ള ഒരു റോഡിൽ കൂടെ ഓടിയെന്നിരിക്കട്ടെ, അതിനൊന്നും സംഭവിക്കില്ല. അതേസമയം ദുർബലമായിട്ടുള്ള ടയറുള്ള ഒരു കൊച്ചു സൈക്കിളും കൊണ്ട് അതിലെ പോയിട്ടുണ്ടെങ്കിൽ അതിന് കാണുന്ന മുള്ളും കല്ലും ഒക്കെ കൊണ്ട് ഇതിന്റെ ടയർ മുറിയും. മാത്രമല്ല, ഇനി അഥവാ മുറിഞ്ഞില്ലെങ്കിൽ തന്നെ അത് കുലുങ്ങി അപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല. വലിയ വണ്ടിയാണെങ്കിൽ കയറി ഇറങ്ങി നിൽക്കും. അപ്പോ സാഹചര്യങ്ങൾ അതിജീവിക്കാൻ നമ്മുടെ ആ ഗരിമ എന്നുള്ള ഒരു അവസ്ഥയാണ് നമ്മളിൽ ഉണ്ടാകേണ്ടത്. അങ്ങനെ വരുമ്പോൾ നമുക്ക് എന്ത് പ്രതിസന്ധി വന്നാലും, ഈ പറയുന്ന റോഡിലെ കല്ലോ മുള്ളോ എന്ത് വന്നു കഴിഞ്ഞാലും ശരി, ആ പ്രതിസന്ധികളിലും ഇതിന്റെ ബാലൻസ് പോകില്ല. ഈ ഒരു വണ്ടിയാണെങ്കിൽ ആടി ഉലയില്ല, സമതുലിതാവസ്ഥയിൽ നിൽക്കും. അപ്പോ ആ സമതുലിതാവസ്ഥയിൽ നിൽക്കുന്നതിന് ഇപ്പൊ മുമ്പിലുള്ള അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും ശരി, അതിപ്പോ അവിടെ കല്ല് കിടക്കുന്നത്, കല്ലിന്റെ മുകളിൽ കൂടെ കയറി ഇറങ്ങി പോകും. പക്ഷെ ഇവിടെ കുലുക്കം ഉണ്ടാവില്ല. അതിന് മനുഷ്യന്റെ കാര്യത്തിൽ അതെങ്ങനെയാണ് സാധ്യമാവുക? അവിടെ എന്തവസ്ഥ വന്നു കഴിഞ്ഞാലും അതിനെ അനങ്ങാതിരിക്കാൻ അടിസ്ഥാനപരമായിട്ട് അകത്ത് അവനവനെ കുറിച്ചുള്ള ബോധം ഉണ്ടാവണം. അവനവൻ എന്താണ്, ഏതാണ്, എവിടെയാണെന്നുള്ളതിനെ കുറിച്ചുള്ള കൃത്യമായ ബോധം, അവബോധം ഉണ്ടാവണം. അവബോധം ഉണ്ടാകണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത്? ആത്മനിരീക്ഷണമാണ്. നമുക്ക് സ്വയം നിരീക്ഷിക്കാൻ പറ്റണം. സ്വയം നമുക്ക് കൃത്യമായിട്ട് നിരീക്ഷിക്കാൻ പറ്റുന്ന ഏതവസ്ഥയിലാണ്? നമ്മൾ നിശ്ചിന്തനത്തിലാകുന്ന സമയത്ത്, ധ്യാനത്തിലാകുന്ന സമയത്ത്. അതൊരു പ്രോസസ്സാണ്. നമുക്കത് ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റുന്ന കാര്യം, അത് സംഭവിക്കേണ്ടതാണ്. ആ പ്രോസസ്സിൽ നമ്മൾ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ വിട്ടൊഴിഞ്ഞാൽ മാത്രം നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണ്. അതൊരു തരം എന്താ പറയാ, സെൽഫ് കൺട്രോളാണ്. നമ്മളിങ്ങനെ അതിലായിരിക്കുക, ഗരിമ എന്നുള്ളൊരു അവസ്ഥ നമ്മുടെ ഉള്ളിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ സ്വയം നിരീക്ഷിച്ച് നമ്മുടെ ബാലൻസ് നിലനിർത്തിക്കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഓവർ റൈഡ് ചെയ്ത് പോകാൻ പാകത്തിലുള്ള മനസ്സിന്റെ ഉറച്ച ഒരു സ്റ്റാൻഡാണത്. അവിടെ ആ സെൽഫ് കൺട്രോൾ ഉണ്ടാവുന്നു. നമുക്കിതിന് ഒരു മല എന്ന് പറയുന്ന സംഭവം, മല അനങ്ങാതെ നിൽക്കും അല്ലെ, പേരുകൾ ഇങ്ങനെ ഉറച്ചു നിൽക്കും. ഭൂമി കുലുങ്ങാൻ നിന്ന് കഴിഞ്ഞാലുള്ള അവസ്ഥ, ഭൂമി കുലുക്കം ഉണ്ടായിട്ട് ഭൂമി ചെറുതായത്തോടെ അനങ്ങുമ്പോഴേക്കും എന്തെല്ലാം കേടുപാടുകൾ ഉണ്ടാവുന്നു. അപ്പൊ ഭൂമിയുടെ ഉറപ്പ്. ഇപ്പോ നമ്മുടെ പാടൂരത്തെ നമ്മുടെ വാഗമരം ഉണ്ടല്ലോ, വമ്പൻ കൊടുങ്കാറ്റ് വരുന്ന സമയത്ത് അതിന്റെ കൊമ്പുകളൊക്കെ നേരെ എതിർപക്ഷത്ത് പോയി നിൽക്കും. കാറ്റ് പോയതും തിരിച്ചു വരും, അനക്കമുണ്ടാവില്ല. കൊടുങ്കാറ്റിലും അതിന്റെ നിലനിൽപ്പ്. ഇങ്ങനെ പ്രകൃതിയിൽ നമുക്ക് ഇതുപോലെ ഗരിമയെ മനസ്സിലാക്കാവുന്ന ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഇപ്പോ ചില കല്ലുകളൊക്കെ, വമ്പൻ കല്ലുകളൊക്കെ, ഒരു 2-3 ചെറിയ കുട്ടിക്കല്ലുകളുടെ മുകളിൽ കയറിയിരിക്കുന്നതൊക്കെ നമ്മൾ മറ്റേ യൂട്യൂബിലും ഒക്കെ കണ്ടിട്ടുണ്ട്. അടിത്തറ ഉറപ്പാണ്. അതിന്റെ മുകളിൽ ഇങ്ങനെ എന്തൊക്കെ വന്നു കഴിഞ്ഞാൽ അത് അനങ്ങില്ല. അടിത്തറ ഉറപ്പാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ആ അടിത്തറ ഉറപ്പാക്കുന്ന, എവിടെയാണ് ഉറപ്പാക്കേണ്ടത്? ബോധത്തിൽ ഉറപ്പാക്കുന്ന അവസ്ഥയാണ് ഗരിമ. അല്ലാതെ ശരീരത്തിന്റെ ഭാരം കൂട്ടലല്ല. തിന്ന് നമ്മുടെ ശരീരത്തിന്റെ ഭാരം കൂട്ടുക, വിസർജിക്കാതെ ശരീരത്തിന്റെ ഭാരം കൂട്ടുക, അതല്ല ഗരിമ. ഗരിമ എന്നുള്ളത് ബോധത്തിന്റെ, ബുദ്ധിയുടെ, വിവേകത്തിന്റെ, ജ്ഞാനത്തിന്റെ കനം കൂട്ടുക എന്നുള്ളത്. ഈ കനം കൂട്ടൽ എന്നുള്ളത് നമുക്ക് ബാധ്യതയാവുകയല്ല, അചഞ്ചലത്വം ഉണ്ടാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വ്യക്തിത്വം എന്നുള്ളത് ശരിക്കും നമ്മുടെ കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ഡെവലപ്പ് ചെയ്യും. നമുക്ക് നമ്മുടെ വാല്യൂസിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. നമുക്കൊരു ആദർശം ഉണ്ടെങ്കിൽ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ പറ്റും. വെളിയിൽ നിന്ന് എന്തൊക്കെ സ്വാധീനിച്ചാലും നമ്മളെ ബാധിക്കാത്തൊരവസ്ഥയിൽ ബാഹ്യ സ്വാധീനങ്ങൾ അതിജീവിക്കാൻ നമുക്ക് കഴിയും. നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും, ഡിസിഷനിൽ നമുക്ക് ക്ലാരിറ്റി ഉണ്ടാവും. അവിടെയൊക്കെ തന്നെ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാവും. കാരണം ഞാൻ എന്താണെന്ന് എനിക്കറിയാം, ഞാനാണ്. അപ്പൊ പിന്നെ എന്റെ റെസ്പോൺസിബിലിറ്റി ആണെന്ന് അറിയാം. ഈ ആധുനിക കാലത്ത് ഈ അവസ്ഥ വളരെയേറെ ആവശ്യമാണ്. കാരണം നമ്മളെ ബാഹ്യ സ്വാധീനം എന്ന രീതിയിൽ നമ്മളെ സ്വാധീനിക്കാൻ വിവരങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഇഷ്ടം പോലെയാണ് ഇൻഫർമേഷൻ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ മാസീവായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വല്ല കലുഷിതമായിട്ടുള്ള സാമൂഹ്യ സാഹചര്യങ്ങൾ എപ്പോ എവിടെ ഉണ്ടാവുന്നു പ്രവചിക്കാൻ പറ്റാത്ത രീതിയിൽ. പണ്ടൊക്കെ ആണെങ്കിൽ സത്യനന്ദിക്കാടിന്റെ സിനിമയിലെ ഒരു ഗ്രാമം പോലെ നമ്മുടെ ജീവിത ചുറ്റുപാടുകൾ വളരെ രസകരമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇവിടെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമുക്കറിയാം അല്ലെ. സത്യനന്ദിക്കാടിന്റെ പടം കാണാൻ പോകുമ്പോൾ നമുക്കറിയാം അതൊരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കും. അവിടെ വലിയ കലാപങ്ങളോ വലിയ കാലുഷ്യങ്ങളൊന്നും ഉണ്ടല്ല, അതിലങ്ങനെ പോവുള്ളൂ. നമ്മുടെ ജീവിതത്തെ കുറിച്ച് അങ്ങനെ ഒരു ധാരണ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ അതല്ല. എപ്പോ എവിടെ എന്ത് ബോംബ് പൊട്ടും നമുക്കറിയില്ല. അപ്പൊ എപ്പോ വേണമെങ്കിലും എന്ത് വേണമെങ്കിലും സംഭവിക്കാം.
അപ്പോ ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നമുക്ക് ഗരിമ ആവശ്യമാണ്. ആ ആവശ്യമില്ലെന്ന് വെച്ചാൽ ഇവിടെ ലോകം മാറുന്ന ഒരു മാറ്റം ഉണ്ടല്ലോ. എന്ത് സ്പീഡിലാണ് ലോകം മാറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം കൊണ്ടുണ്ടായ മാറ്റം എന്താണ്? കഴിഞ്ഞ 1 വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ്. എയുടെ വരവോടുകൂടിയ കഴിഞ്ഞ 6 മാസം കൊണ്ടുണ്ടായ മാറ്റം. ഇത്രയേറെ മാറുന്ന സമയത്ത് സാമൂഹ്യ സാഹചര്യങ്ങൾ, ബാഹ്യ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടേയിരിക്കുന്നു. ഇൻഫർമേഷൻ ഓവർഫ്ലോ ആയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് നമുക്ക് നമ്മുടെ സ്ഥിരത നഷ്ടപ്പെടുകയല്ലേ ചെയ്യുന്നത്. പിന്നെ മനസ്സിന്റെ അസ്ഥിരത നഷ്ടപ്പെടുത്താൻ ഇപ്പോൾ പുതിയ തലമുറകളുടെ രീതി, പുതിയ ബന്ധങ്ങളുടെ രീതി, പുതിയ സംസ്കാരങ്ങളുടെ രീതി എല്ലാം നമ്മളെ സ്വാധീനിക്കുന്നുണ്ട്. അത് മാനസിക അസ്ഥിരതയ്ക്ക് കാരണമാണ്. അതിന്റെ ഇടയിലാണ് ഈ മയക്കുമരുന്നുകൾ എന്ന് പറയുന്നത്. ഇപ്പൊ MDMA പോലുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തെ, നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ ബാധിക്കുന്നത്. നമ്മൾ കഴിച്ചില്ലെങ്കിൽ പോലും നമ്മുടെ കൂടെയുള്ളവര് അത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും അസ്വസ്ഥതയായി. പത്രങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അസ്വസ്ഥതകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോ ഇങ്ങനെയുള്ള ഇതെല്ലാം വരുന്ന സമയത്ത് നമ്മളിൽ ഇളക്കം തട്ടാതിരിക്കണമെങ്കിൽ നമ്മുടെ ബോധം സ്ഥിരമാകണം. അത് ഗരിമയിലേക്ക് എത്തണം. ഈ ഗരിമ ഉണ്ടാക്കിയെടുക്കാൻ ഈ സാധന ചെയ്യുക എന്നുള്ളതാണ് അതിന്റെ ശരിയായ രീതി. എന്നാലും നമുക്ക് ഇവിടെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ചില രീതി എന്ന് പറഞ്ഞാൽ, ആത്മജ്ഞാനത്തിലൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ ആത്മനിരീക്ഷണം. സ്വന്തം ശരീരത്തെ നിരീക്ഷിക്കുക, സ്വന്തം ശ്വാസത്തെ നിരീക്ഷിക്കുക, സ്വന്തം ശരീര സ്പന്ദനങ്ങളെ നിരീക്ഷിക്കുക. ഈ രീതിയിലുള്ള ആത്മനിരീക്ഷണമാണ് അതിന് ഒരു പ്രധാന കാര്യം. ശരീരത്തിന്റെ ഓരോ സ്പന്ദനത്തെയും നമുക്ക് അറിയാൻ കഴിയണം. പിന്നെ ഇമോഷണൽ ബാലൻസ് ആണ്. നമ്മുടെ ഇമോഷണൽ ബ്യൂട്ടി എന്നുള്ള നമ്മുടെ ഒരു പ്രോഗ്രാം തന്നെയാണ്. വൈകാരിക നിയന്ത്രണം, വികാരങ്ങളെ അറിഞ്ഞ് അത് കൈകാര്യം ചെയ്യുന്ന രീതി. നിയന്ത്രിക്കാന്ന് വെച്ചാൽ സപ്രസ് ചെയ്യാന്നല്ല ഉദ്ദേശിക്കുന്നത്. അതിനെ അറിഞ്ഞ് കൈകാര്യം ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുന്ന രീതി, കൃത്യമായിട്ട് ഡ്രൈവ് ചെയ്ത് പോകുന്ന രീതി, അത് നിയന്ത്രിക്കാൻ നമുക്ക് കഴിയണം. നിയന്ത്രിക്കാൻ കഴിയുന്ന നിയന്ത്രണത്തിലുള്ള പ്രാവീണ്യം നമുക്ക് ഉണ്ടാവണം, എക്സ്പെർട്ടൈസ് നമുക്ക് ഉണ്ടാവണം. പിന്നെ നമ്മളിങ്ങനെ എപ്പോഴും ശബ്ദിച്ചുകൊണ്ടും എപ്പോഴും പ്രവർത്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ നമുക്ക് കേടുപാടുകൾ ഉണ്ടാവും, തേയ്മാനങ്ങൾ ഉണ്ടാവും. അവിടെയൊക്കെ ഇളക്കം തട്ടും അല്ലെ. സ്ഥിരം ഓടുന്ന ഒരു വണ്ടിക്ക് ഇളക്കം തട്ടില്ലേ? ആ ഇളക്കമില്ലാതിരിക്കണമെങ്കിൽ, അചഞ്ചലത്വം വരണം എന്നുണ്ടെങ്കിൽ അതിനെ ഇടയ്ക്ക് നിർത്തിയിടണം, ശബ്ദത ഉണ്ടാവണം, ധ്യാനം ഉണ്ടാവണം. പിന്നെ നമ്മൾ റൂട്ടുമായിട്ട് കണക്റ്റഡ് ആവണം. നമ്മൾ ആ വേര് ശരിക്കും വാഴ്ന്നിറങ്ങണ്ടേ. അതിന് നമ്മുടെ വേര് നമ്മുടെ മാതാപിതാക്കളോട്, നമ്മുടെ കുലത്തോട്, അതുപോലെ തന്നെ പ്രകൃതിയോട് ചേർന്ന് നിൽക്കാൻ, ഗുരു ഉണ്ടെങ്കിൽ ഗുരുവിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് കഴിയണം. അതിനുവേണ്ടി സമയം ചെലവഴിക്കണം. എപ്പോഴെങ്കിലും വർഷത്തിലൊരിക്കൽ അല്ല ഞാൻ ഉദ്ദേശിച്ചത്, നിത്യേന അതിന് സമയം ചെലവഴിക്കണം. അപ്പോ അങ്ങനെ ആയിരിക്കുമ്പോൾ നമ്മുടെ ഉറപ്പ് കൂടും, നമുക്ക് ശാന്തി കൂടും, നമ്മുടെ വികാരങ്ങൾ ബാലൻസ്ഡ് ആവും, നമുക്ക് നമ്മൾ ആരാണെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ബാഹ്യ സാഹചര്യങ്ങൾ എന്ത് വന്നാലും നമ്മൾ അതിനെ അതിജീവിച്ചു പോകും. അതിനുള്ള ആ ശേഷി ആർജിക്കലാണ്, ആ ശേഷിയാണ് ഗരിമ എന്ന് പറയുന്നത്. അഷ്ടസിദ്ധികളിൽ 4മത്തെയാണിത്. ഇത് നമ്മളെ സാധനകളിലോ ആത്മസാധനകളിലൂടെ കടന്നു പോകുന്ന സമയത്ത് നമ്മിൽ തനിയെ ഉണർന്നു വരുന്നതാണ്. അത് ഉണ്ടായി വരും. പക്ഷെ അത് ഓരോന്നും ഉണ്ടായി വരുമ്പോൾ അത് എന്താണെന്ന് ബോധ്യമാകണമെങ്കിൽ ഇത് ഇങ്ങനെ മനസ്സിലാക്കണം. അപ്പോ മനസ്സിലാക്കുക, ഗരിമ എന്നുള്ളത് പുരാണങ്ങളിലൊക്കെ പറയുന്ന ഗരിമ എന്ന് പറയുന്ന ആ ഹെവി വെയിറ്റ് ഉണ്ടല്ലോ. ഹെവി വെയിറ്റ് എന്നുള്ളത് നമ്മുടെ ബോധത്തിന്റെ വെയിറ്റ് ആണ്. ഞാൻ എന്റെ ഉറപ്പ് നേടുന്നൊരവസ്ഥയാണ്. ഈ അവസ്ഥ അറിഞ്ഞ് അനുഭവിച്ച് അതായിത്തീരാൻ നിങ്ങൾക്കും കഴിയുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.